ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ ഏജന്റ് കിം റിയാക്ടിവേറ്റഡ് എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കുറേ മുമ്പുള്ള സംഭവമാണ്. കിം തോക്ക് താഴെയിട് എന്ന് പറയുമ്പോൾ എയറിലോട്ട് ഷൂട്ട് ചെയ്യാണ്. നിങ്ങൾ എനിക്ക് ഒരുപാട് ഉറപ്പ് തന്നു, ഇതെൻ്റെ അവസാനത്തെ മിഷനാണെന്ന് പറഞ്ഞ്. ശേഷം ഗിംചിൽ പറയാണ്, നമുക്കവനെ അങ്ങനെ വിടാൻ പറ്റില്ല. നോർത്തിൽ ഏറ്റവും ആവശ്യമുള്ള ആളാ. നമുക്കവനെ തിരിച്ചു പറഞ്ഞു വിടാം. അത് വെച്ച് ഒരു ഡീലും നടത്താം. നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്കവനെ ഇല്ലാതാക്കിയാലോ? എന്തായാലും അവനെ പുറത്ത് പറഞ്ഞു വിടുന്നത് സേഫല്ല. നമുക്കവനെ തീർക്കാം. അപ്പോൾ അവനെ വിട്ടേക്ക്. അവൻ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയും ഇത് അവൻ്റെ അവസാനത്തെ മിഷനാണെന്ന്. അവൻ എന്നിട്ടും കൂടെ നിന്നില്ലേ? നമ്മൾ കുറേ നാൾ കൊണ്ട് അവനെ പറ്റിക്കുകയാണ്. ഇത്രയും നാളും ചെയ്തത് വെച്ച് അവന് അതിനുള്ള അർഹതയുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല അവനെ വിടാനുള്ള കാരണം. നമുക്കൊരു നാൾ ഇങ്ങനെ കഴിവുള്ള ഒരുത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കവന് ജീവനോടെ വേണം. അവനെക്കൊണ്ട് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ എല്ലാവരും പോവും. ഗിംചിൽ ഈ എടുത്ത തീരുമാനം ഒരു ദിവസം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയും. ശേഷം കിം അവൻ്റെ വൈഫിൻ്റെ ഫ്യൂണറൽ ഹാളിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ ഹോസ്പിറ്റലിൽ വന്ന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് കുട്ടിയെ കൊണ്ടുവരുന്നത്. സാർ, നിങ്ങളുടെ ഇടത് കൈ വെച്ച് തല ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആൾ കുഞ്ഞിനെ എടുത്ത് നോക്കുന്നു. മിൻ, ഞാൻ വന്നു, നമുക്ക് വീട്ടിൽ പോവാം. ആൾ കുഞ്ഞിനെ എടുത്ത് നടക്കുകയാണ്. ശേഷം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാന ഭാഗമാണ് കാണിക്കുന്നത്. വൈസ് മിനിസ്റ്ററുടെ കഴുത്തിട്ട് മുറുക്കുന്നുണ്ട്. അവരെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് നടന്നു വരികയാണ്. യുവന്മാർ നോക്കി നിൽക്കുന്നുണ്ട്. ആരും അനങ്ങരുത്, വെപ്പൺസ് എല്ലാം താഴെയിട്. അപ്പോൾ എല്ലാവരും ടാർഗറ്റിൽ ഫോക്കസ് ചെയ്യ്. വൈസ് മിനിസ്റ്ററാണ് വെപ്പൺസ് താഴെയിടാൻ പറയുന്നത്. സാർ, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. സാറിൻ്റെ ജീവനാണ് ഏറ്റവും വലുത്. അപ്പോൾ ഗിംചിൽ, അത് എൻ്റെ ഓർഡറാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇയാളിങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും വെപ്പൺസ് താഴെയിടും. നമ്മുടെ ചീഫാണ് പ്രധാനം. എന്നിട്ട് ഗിംചിൽ ഗണ്ണെടുക്കുന്നു. ഡാ, ഗണ്ണ് താഴെയിട്. അങ്ങനെ ഗിംചിലും തോക്ക് താഴെയിടുന്നു. എല്ലാവരും ഈ സ്ക്വയറിൽ വന്ന് നിൽക്കാൻ പറഞ്ഞ് മേലോട്ട് ഷൂട്ട് ചെയ്യും. എല്ലാവരും ഓടി വരുന്നു. ഗിംചിൽ അനങ്ങുന്നില്ല. എന്താടാ നിനക്ക്? ദാ, ഈ ഗണ്ണൊന്ന് അവൻ്റെ നേർക്ക് വെച്ചേ, ഞാൻ ഇപ്പോൾ വരാം. അവൻ ഷൂട്ട് ചെയ്യുന്നു. അപ്പം മിൻ ഓടി വന്ന് കിമ്മിനെ കെട്ടിപ്പിടിക്കുന്നു. പേടിക്കണ്ട മിൻ, ഞാൻ ഇവിടെ ഉണ്ട്. നിന്നെ ഇത്രയും കാത്തിരിപ്പിച്ചതിന് സോറി. ഡാ, ആ സ്ക്വയറിൽ നിൽക്ക്. അപ്പോൾ അവൻ ഒരു കാലെടുത്ത് മാത്രം വെക്കും. ഓ, അഭിമാന പ്രശ്നമാണല്ലേ? എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ഇത് സാധാരണ ക്ലൈമോർ അല്ല. ഇത് സൗണ്ടും അനക്കവും എല്ലാം ശ്രദ്ധിക്കും. എൻ്റെ ഫേവറേറ്റ് പെറ്റാ. ഈ സമയം കിം ഇവനെയും ഗൺ പോയിന്റിൽ നിർത്തി മിന്നിനെയും പുറകിൽ നിർത്തി അങ്ങോട്ട് നടന്നു വരികയാണ്. നിങ്ങൾക്കഥവാ എന്ത് നടക്കണമെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് അനങ്ങി നോക്ക്. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ അനങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. നമ്മൾ എങ്ങനെ പോകുന്ന വണ്ടി നോക്കുമ്പോൾ ഒരു പരുവായി കിടക്കുകയാണ്. അങ്ങനെ അവരുടെ കാറിൻ്റെ കീ വാങ്ങിച്ചെടുക്കുന്നു. ഞാൻ ഈ റിമോട്ട് ഓണാക്കും. ടൈമർ തുടങ്ങുന്നു. എന്തോ ഒരു കുറവുണ്ടല്ലോ. എല്ലാവരും കൈയൊന്ന് പൊക്കിയേ. ഹാൻഡ്സ് അപ്പ്. അപ്പോൾ ഗിംചിൽ പാതി കൈ മാത്രം പൊക്കുന്നു. ആളുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ പാർക്ക് റിമോട്ട് ഓണാക്കുകയാണ്. എല്ലാവരും സ്റ്റക്ക്. അവരവിടുന്ന് പോകുന്നു. ഗിംചിലിന് നല്ല ദേഷ്യമുണ്ട്. ശേഷം ഇവർ ഈ കാർ എടുത്തുകൊണ്ട് പോകുന്നു. ആ സമയം പുറത്ത് സാങ്ങും ചോയും ഇവർ രണ്ടുപേരും മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സാങ് ആ കാറിൻ്റെ ഗ്ലാസ്സിൽ ഷൂട്ട് ചെയ്യുന്നു. കാർ ഓഫാക്കിയിട്ട് വെളിയിലിറങ്ങി കിം അവനെയും ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ഇറങ്ങുന്നു. മകളെ കിട്ടിക്കഴിഞ്ഞാൽ നീ സറണ്ടർ ആവുമെന്നല്ലേ പറഞ്ഞത്? എന്താ വാക്ക് മാറിയോ? ഞാൻ വാക്ക് മാറ്റിയിട്ടില്ല. അവളെ എനിക്കാദ്യം സേഫാക്കണം. അപ്പോൾ ഇതിനേക്കാളും സേഫായിട്ടുള്ള വേറെ സ്ഥലമില്ല. അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവനെ ഷൂട്ട് ചെയ്യാൻ റെഡി ആവുകയാണ്. അപ്പോൾ ചോയ് പതിയെ ഗണ്ണ് താഴ്ത്തുന്നു. ഷിയോൺസൺ യൂണിറ്റ് കമാൻഡറിനെ എൻ്റെ സ്ഥലത്തേക്ക് പറഞ്ഞു വിട് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കാറിൽ കയറുകയാണ്. ചോയ്, പേടിക്കണ്ട, അവൻ വാക്ക് മാറ്റത്തില്ല എന്ന് പറയും. ശേഷം ഇവർ ഒരു സ്ഥലത്തെത്തുമ്പോൾ അത് അടച്ചിട്ടേക്കാണ്. സിയോങ് ഗൺ പോയിന്റ് ചെയ്ത് നോക്കുന്നു. തുറക്കട. എന്നിട്ട് വൈസ് മിനിസ്റ്ററിനെ കൊണ്ട് കിം പുറത്തിറങ്ങി ഇവന്മാരത് തുറന്നു കഴിയുമ്പോൾ ഇയാളെ അവിടെ ഇട്ടിട്ട് അവർ പോകുന്നു. ഇത്രയും നേരത്തെ ഹെൽപ്പിന് നന്ദി. എവിടെ കിം കാറിൻ്റെ അകത്തിരുന്ന് വെളിയിൽ നോക്കുകയാണ്, ഗൺ പോയിന്റ് ചെയ്ത്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ. മിൻ കിമ്മിനെ നോക്കുന്നു. അച്ഛാന്ന് വിളിക്കും. എന്തു പറ്റി മോളെ? വേദനിക്കുന്നുണ്ടോ? എവിടെ ഇടിച്ചേ? എവിടെയാ വേദനിക്കുന്നത്? അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ടിട്ട് അച്ഛനാണല്ലോ കുഴപ്പം. എന്താ ഇത്ര മുറിവുകൾ? അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ഇവർക്ക് നന്നായി വിശക്കുന്നുണ്ട്. പാർക്കിൻ്റെ വയറ്റിൽ നിന്ന് ഗർജനമൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ഒരു കടയുണ്ട്, എനിക്ക് വിശന്നിട്ട് വയ്യെന്ന് പറഞ്ഞ് ആ കടയിലേക്ക് ഓടിച്ചെല്ലും. അപ്പോഴാണ് ജൂൻ്റെ അസിസ്റ്റൻറ്റ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദൂരേന്ന്.
അവൻ ജൂവിനെ വിളിച്ച് പറയുന്നു, കുറച്ചു നേരം മുമ്പേ ആരോ മിന്നിനെ കൊണ്ട് വരുന്നത് കണ്ടു. SMDക്കാര് ആ കൊച്ചിനെ എടുത്തു. പക്ഷേ എനിക്കിപ്പോൾ ക്ലിയർ അല്ല. ഇവിടെ നോക്കിയിട്ട് ആ നടത്തവും ഭാവവും ഒക്കെ കണ്ടിട്ട് അവളുടെ അച്ഛനാണെന്നാ തോന്നുന്നു. അവളുടെ അച്ഛനോ? എനിക്കവരെ കാണണം. ഇതെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് അവരെയും കൊണ്ടുവരാൻ നോക്ക് എന്ന് പറയും. ശേഷം ഫുഡൊക്കെ കഴിച്ച് ഇവർ കാറിൽ വീണ്ടും യാത്ര തുടരും. ആ സമയം ഇവരുടെ മുമ്പിൽ ഒരു ട്രക്ക് വന്ന് നിൽക്കുകയാണ്. 3 ട്രക്സ് ഉണ്ടാവും. ഈ ട്രക്കെല്ലാം വന്ന് സൈഡിലും മുമ്പിലുമായിട്ട് വന്ന് ബ്ലോക്ക് ചെയ്യും. സൈഡിൽ നിന്ന് വന്ന് ട്രക്കിൻ്റെ ഡോർ തുറന്ന് ഒരുപാട് ആൾക്കാർ ഇറങ്ങി വരികയാണ്. ഇവർ വന്ന് കാറിൻ്റെ സൈഡിലും ഡോറിലും എല്ലാം ആണിയൊക്കെ അടിച്ച് പൂട്ടി കെട്ടിയിടുന്നുണ്ട്. ഇതെന്താ നടക്കുന്നത്? ഇവരുടെ കാറ് പൊക്കുന്നു. ഓ, നമുക്ക് ഇനിയും പണികൾ ചെയ്യാൻ കിടക്കുന്നല്ലോ. ഇവന്മാർ വന്ന് ഫ്രണ്ടിലെ ട്രക്കിൻ്റെ ഡോർ തുറക്കുന്നു. ഇവന്മാർക്ക് ടാക്ടിക്സ് അറിയാലോ. ഇവർ ഗിംച്ചിലിൻ്റെ ആൾക്കാരല്ല. ഇവന്മാരെ പൊക്കി ട്രക്കിൽ കയറ്റുകയാണ്. മിൻ, പേടിക്കണ്ട, നമ്മുടെ കാർ ശരിയാക്കുന്ന പോലെയുള്ളൂ, പേടിക്കണ്ട കേട്ടോ. ശേഷം പാർക്ക് സൺറൂഫ് വഴി പുറത്തിറങ്ങും. വേഗം, എനിക്ക് സമയമില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വേഗം ചെയ്യും. അപ്പോഴാണ് അവിടുന്ന് ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. ഇതെന്താ ഇത്? പിന്നെ എൻ്റെ സ്കിന്നൊന്നും നീറുന്നില്ല. ഇത് സ്ലീപ്പിംഗ് ഗ്യാസ് ആണെന്ന് തോന്നുന്നു. സിയോങ് ആ സൺറൂഫ് അങ്ങ് അടക്കുന്നു. മിന്നിനോട്, നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും, പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പാർക്ക് ഇവിടെ, ദാ നിൻ്റെയൊക്കെ വിചാരം എന്താ? 1 മാസം ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട് ഞാൻ. അപ്പോഴാ കുറച്ച് കഴിഞ്ഞ് പാർക്ക് വന്ന്, ഡാ സിയോങ്ങേ, ഈ സൺറൂഫ് ഒന്ന് തുറക്കടാ. അപ്പോൾ ഇവിടെ മിന്നുണ്ട്, അതെനിക്കറിയാം. ആ സൺറൂഫ് ഒന്ന് തുറക്ക്. സാരല്ല, കുറേ ഫുഡ് കയറ്റിയതല്ലേ, കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങ്. അങ്ങനെ പാർക്ക് മയങ്ങി വീഴുന്നു. എന്നിട്ട് ഇവന്മാർ ഈ ട്രക്കും കൊണ്ടുപോയി ഒരു വലിയ സൈറ്റിൽ കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് ഒരുത്തൻ കയറി വന്ന് നോക്കുന്നു. എല്ലാവരും മയക്കത്തിലാണ്. അവരെല്ലാം തീർന്നു സാർ. ശരി, അവളെയും ആ അച്ഛനെയും കൊണ്ടുപോവാ. ബാക്കി 2 പേരെയും തീർത്തേക്ക്. ഇവന്മാർ വന്ന് ഈ ട്രക്ക് തുറക്കുന്നു. പെട്ടെന്നാണ് കാറ് സ്റ്റാർട്ടായി റിവേഴ്സ് എടുത്ത് വരുന്നത്. സിയോങ് ആണ് ഓടിക്കുന്നത്. കിം ആ ഡോറ് ചവിട്ടി തെറിപ്പിച്ച് പുറത്തിറങ്ങുന്നു. ആ സമയം അസിസ്റ്റൻ്റ് നോക്കുമ്പോൾ കാറിൽ മിൻ ഇല്ല. ഇവൻ ട്രക്കിൻ്റെ അകത്ത് കയറി നോക്കുന്നു. അവിടെ നോക്കുമ്പോൾ മിന്നിൻ്റെ കാല് കാണുന്നു. അവൻ അങ്ങോട്ട് നോക്കുമ്പോഴാണ് പെട്ടെന്ന് പാർക്ക് ചാടി എണീക്കുന്നത്. ഇവൻ പാർക്കിനെ അടിക്കും. അവൻ തെറിച്ച് വീഴാണ്. അപ്പോഴാണ് മിന്നിനെ കാണുന്നതും. അസിസ്റ്റൻ്റ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോകാൻ പറയും. നിനക്കൊരു കാര്യം അറിയുമോ? നിനക്ക് സ്പീഡുണ്ട്, പക്ഷെ പവർ ഇല്ല മോനെ. എന്നിട്ട് കിം നോക്കുമ്പോൾ ട്രക്ക് പോകുന്നു. ഇവിടെ കിം പുറകിൽ ഓടി വന്ന് ചാടി ട്രക്കിൻ്റെ മേലേക്ക് വന്ന് വീഴാണ്. എന്നിട്ട് ട്രക്കിൻ്റെ സൈഡിൽ വന്ന് ഡോർ തുറക്കാൻ നോക്കുന്നുണ്ട്. പറ്റുന്നില്ല. വീണ്ടും തുറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതങ്ങ് തുറക്കും. അത് തുറന്നിരിക്കുന്ന ഡ്രൈവറിനെ അങ്ങ് ഇടിക്കുകയാണ്. ഇവൻ ഈ സ്റ്റിയറിംഗ് വളക്കും. അവന്മാർ 2 പേരും സൈഡിലോട്ട് വീഴുന്നു. കിം വീഴാൻ പോവാണ്. പക്ഷേ കിം അവനെ വീണ്ടും ഇടിച്ച് വെളിയിലോട്ട് തള്ളിയിടാൻ നോക്കുകയാണ്. ഇവിടെ പാർക്കും മറ്റവനും പൊരിഞ്ഞ അടി. അതിനിടയിൽ പാർക്ക് അവൻ്റെ കയ്യിൽ കടിക്കുന്നു. അവൻ കിടന്ന് അലറുകയാണ്. ഇവിടെ ഈ ഡ്രൈവർ കത്തിയെടുക്കുമ്പോൾ കിം ആ കത്തി തട്ടിക്കളഞ്ഞിട്ട് അവനെടുത്ത് പുറത്തേക്ക് എറിയുന്നു. ഈ വണ്ടി നേരെ ചെന്ന് ഇടിക്കാൻ പോവുകയാണ്. കിം അപ്പോഴേ കയറി അത് വളക്കുന്നു. ഇവിടെ പാർക്ക് അസിസ്റ്റന്റിനെ ഇടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. അവൻ, പ്ലീസ് സാർ, എന്നെ വെറുതെ വിടണം. എന്നിട്ട് ഇവനെ പൊക്കി നമ്മളിതാ പോവാൻ പോകുന്നു. എന്നിട്ട് ഇവനെ എടുത്തങ്ങ് വലിച്ചെറിയുന്നു. നീ നിന്റെ പാഠം പഠിച്ചെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അവനെ ചവിട്ടി തെറിപ്പിക്കൂ. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ആലോചിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല, അന്ന് മുട്ടുകുനിച്ച ആളാണോ ഇത്? അവൻ വെറും ഒരു സാധാരണക്കാരനായിരുന്നല്ലോ, പിന്നെ എങ്ങനെ? ആരാ ഈ വയസ്സായ ആൾക്കാർ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ശേഷം സിയോങ് എല്ലാത്തിനെയും ചവിട്ടി ഒരു കുഴിയിലിടും. എന്നിട്ട് പാർക്ക് മിന്നിനെയും പൊക്കിക്കൊണ്ടുവരികയാണ്. അവൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. എപ്പോഴും ഇങ്ങനെയാ, അടി തീരുമ്പോൾ 2ഉം കൂടെ വരും. എന്താ എനിക്ക് മാത്രം ഇത്രയും പാടുള്ള പണി? എന്നിട്ട് ഈ കുഴിയിൽ അസിസ്റ്റന്റിനെയും കൊണ്ടിടുകയാണ്. ഇത് ജുഹ കൺസ്ട്രക്ഷനിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് ഇവർക്ക് മനസ്സിലാവും. ശേഷം ജൂവിൻ്റെ സ്റ്റാഫ് വന്ന് അസിസ്റ്റന്റിനെ കുറച്ച് ആൾക്കാർ ചേർന്ന് അടിച്ചിട്ടു എന്ന വിവരം പറയും. ഇത് കേട്ട ജൂ ഒന്ന് ഞെട്ടും. ശേഷം കിം ജൂവിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടുത്തെ ബോഡി ഗാർഡ്സിനെ എല്ലാം അടിച്ചിടുന്നുണ്ട്. വാ, നമുക്കിവിടുന്ന് കാർ മാറ്റിയിടാം.
ആ ഓക്കെ മാറ്റിയിട്. ആ മാറ്റിയിട്ടോ. നീയല്ല ഫ്രണ്ടിലിരിക്കുന്നത്, അങ്ങോട്ട് മാറ്റിയിട്. പുറകിൽ നിന്ന് വന്ന് ഡ്രൈവർ സീറ്റിലിരിക്കാൻ നിനക്കാണ് എളുപ്പം, നീ മാറ്റിയിട്. ആഹാ, എന്നാൽ പിന്നെ സ്റ്റോൺ പേപ്പർ സീസർ കളിക്കാം. ശേഷം കിം അങ്ങോട്ട് നടന്നു വരികയാണ്. അവിടെ ജൂ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവനോട് നിനക്ക് അച്ഛനായിട്ട് ഒരു നാണമില്ലേ? ജൂ ചിരിച്ചിട്ട് പറയാണ്, ഏതൊരച്ഛനും ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുമല്ലോ. നമ്മൾ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിന്റെ മോളെ കണ്ടുപിടിക്കാൻ വേണ്ടി നീ നല്ല വിഷമിച്ച് കാണും. നിന്റെ കഴിവ് ഉപയോഗിച്ച് നീ ചിലവരെ അടിച്ചു, ചിലവരെ കൊല്ലുകയും ചെയ്തു. അതിനെന്തിനാ നിനക്ക് അച്ഛനായിട്ട് നാണം തോന്നുന്നുണ്ടോ? ഇത് നിന്റെ ഫാമിലിക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത്. ഈ നടന്നതെല്ലാം ഒരു മണൽത്തരി അറിയാതെ തന്നെ മറച്ചു വെക്കാം. അല്ലെങ്കിൽ നീ ഒരിക്കലും നിന്റെ കൊച്ചിനെ കാണൂല എന്ന രീതിയിൽ ഞാൻ ആക്കും. എനിക്ക് മിന്നിൻ്റെ സേഫ്റ്റിയാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ട് ഞാൻ നിന്നെ തീർക്കാൻ പോവുക. അങ്ങനെ ജൂനെ ഇടിച്ചൊരു വിധമാക്കും. എന്നിട്ട് വീണ്ടും അടിക്കാൻ പോകുമ്പോൾ അച്ഛ എന്ന് വിളിക്കും. മിൻ വന്നിട്ട് പറയും, വേണ്ട അച്ഛ, ഇയാളെ വെറുതെ വിട്ടേക്ക്. കിം അവനോട്, നിനക്കിനി ജീവിക്കണമെങ്കിൽ നിന്റെ മനസ്സോടെ എൻ്റെ മോളോട് ക്ഷമ ചോദിക്കും. ഇവിടെ അവൻ അപ്പോഴേ മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു. അന്ന് കിം മുട്ടുകുത്തിയിരിക്കുന്നത് ഇവൻ ഓർക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും പോലീസിനോട് സത്യങ്ങൾ തുറന്നു പറയണം എന്ന് പറയും. ശേഷം ഇവിടെ SMD കാർ എല്ലാം അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് ആവുന്നത്. എല്ലാവരും തറയിൽ കിടക്ക്. അപ്പോഴാണ് അതിൽ നിന്ന് പൂത്തിരി വരുന്നത്. പറ്റിച്ചേ എന്ന പാർക്കിൻ്റെ ഒരു ഓഡിയോയും അതിൽ നിന്ന് വരും. ഗിംചിലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശേഷം കിമ്മിന് വേണ്ടി എല്ലാവരും പുറത്തവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മകളെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ സറണ്ടർ ആവും എന്നല്ലേ പറഞ്ഞത്. ശേഷം അന്ന് കിം ഒരുക്കി വെച്ച ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒക്കെ എല്ലാം അവിടെ ഉണ്ട്. കിം ഫുഡ് കൊണ്ടുവെക്കുകയാണ്. ഞാൻ കേക്കൊക്കെ മേടിച്ചിരുന്നതാ, പക്ഷെ ചീത്തയായിപ്പോയി. മീൻ, ആ പുറത്തുള്ള ആൾക്കാർ അച്ഛനെ കൊണ്ടുപോകാൻ വന്നതല്ലേ? ഇത് എൻ്റെ തെറ്റല്ലേ, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി? അതങ്ങനെയല്ല മോളെ, ഞാനൊരു നോർത്ത് കൊറിയക്കാരനാണ്. ഞാൻ വല്ലാത്തൊരു അപകടകരമായ ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ നിൻ്റെ അമ്മയെ കണ്ടുമുട്ടി. അങ്ങനെ ഞാൻ മാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെപ്പോലുള്ള ആ ആൾക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റില്ലെന്നാ. നിൻ്റെ അമ്മ സ്ട്രോങ് ആയിരുന്നു, പാവമായിരുന്നു, നല്ല സുന്ദരിയുമായിരുന്നു, നിന്നെപ്പോലെ. മിൻ ചിരിക്കുകയാണ്. നീ ജനിച്ച സമയം ഞാൻ നിൻ്റെ അമ്മയ്ക്ക് ഒരു പ്രോമിസ് കൊടുത്തു, പണ്ടത്തെ എല്ലാം വിട്ട് നിൻ്റെ അച്ഛനായിട്ട് ജീവിക്കാൻ വേണ്ടി. പക്ഷെ നിനക്കറിയാലോ, നീ നല്ല കുരുത്തക്കേടായിരുന്നു. അതുകൊണ്ട് ചില സമയം പാടായിരുന്നു. എന്നാലും നീ ഇത്രയും വളർന്നു കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിനി എപ്പോൾ കാണാൻ പറ്റും എന്നെനിക്ക് ഉറപ്പില്ല. പക്ഷെ എന്തായാലും കുറേ നാളെടുക്കും. ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് പോലും വരില്ല. അച്ഛാ വരണേ, ഞാൻ ഇവിടെ തന്നെ കാണും, അച്ഛനെയും കാത്ത്. അച്ഛൻ്റെ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ. ആ ഗിഫ്റ്റ് കൊടുക്കുന്നു. കുറച്ച് ലേറ്റായിപ്പോയി. മിൻ അവളുടെ ഒരു ഫോട്ടോയും അച്ഛന് കൊടുക്കും. ശേഷം കിം ഇറങ്ങിപ്പോവാണ്. മിൻ അവിടെ നോക്കുന്നുണ്ട്. അങ്ങനെ കിം ഇറങ്ങി വരുമ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി 2-3 പേര് വരും. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവനതൊന്നും വേണ്ട. കിം മിന്നിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണമെന്ന് പറയും. അപ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇവിടുത്തെ 4 സ്റ്റാർ ജനറൽ അല്ലേ, അവളെ നോക്കിക്കോളാം. എന്നിട്ട് ഇവനെ കൊണ്ടുപോവാണ്. എന്നിട്ട് കിം അവിടെയുള്ളവരെല്ലാം നോക്കി അവർക്കും ഒരു നന്ദി പറഞ്ഞ് കയറാൻ നിൽക്കുമ്പോൾ സിയോങ്ങിനെയും പാർക്കിനെയും അവിടെ കാണും. ഗിംചിൽ ആ കാറിൽ കിടക്കുന്ന 2 എണ്ണത്തെയും പൊക്ക് എന്ന് പറയും. അങ്ങനെ അവരെ പോയി വിളിക്കുകയാണ്. ആ, നിങ്ങളൊക്കെ എപ്പോൾ വന്ന്? അത് കറക്റ്റായിട്ട് പൊട്ടിയല്ലോ അല്ലേ? ശേഷം മിന്നിന് കൊടുത്ത ഗിഫ്റ്റ് നോക്കുകയാണ്. അതിലൊരു ലെറ്ററുണ്ട്, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഈ ഉടുപ്പിന് നല്ല വിലയാണ്, നോക്കി ഉപയോഗിക്കണേ. അവൾക്കത് കണ്ട് ചിരി വരും. ശേഷം ജൂ വക്കീലിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഫാമിലി വക്കീലിനെ പോലും ഞാനിത് അറിയിച്ചിട്ടില്ല. അത് കുഴപ്പമൊന്നുമില്ല സാർ, പക്ഷെ സാറിൻ്റെ മോളെ ഒന്നും പുറത്ത് പറഞ്ഞു വിടണം. ഈ നാട്ടിൽ ഇനി നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നു. ശേഷം ഇവിടെ സ്വർണ്ണപ്പല്ലൻ ഒരു ബോക്സ് എടുത്ത് അതിൽ നിന്ന് പുതിയ സെറ്റ് മഞ്ഞപ്പല്ല് പുറത്തെടുക്കും. ശേഷം സിയോങ്ങിനെ കാണിക്കുന്നു. കിമ്മിന് കുഴപ്പമൊന്നും കാണില്ല അല്ലേ എന്ന് പാർക്കിനോട് ചോദിക്കുമ്പോൾ അവൻ്റെ അനക്കമൊന്നും ഉണ്ടാവില്ല. ഇവിടെ സോക്സും മുഖത്തിട്ട് കിടന്നുറങ്ങിയിരിക്കും അവൻ. എന്നിട്ടൊരു ന്യൂസാണ് കാണിക്കുന്നത്. അടുത്ത മാസം നടത്താനിരുന്ന സമാധാന ചർച്ച മാറ്റിവെച്ചിരിക്കുന്നു. കാരണങ്ങൾ ഇതുവരെ വ്യക്തമല്ല. ഈ ന്യൂസ് കണ്ട് പ്ലാസ്റ്ററൊക്കെ ഇട്ട് നോർത്ത് ഏജൻറ്റ് അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് കിമ്മിനെയാണ് കാണിക്കുന്നത്. ആളെ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഇവർ സംസാരിക്കുകയാണ്. നമുക്കിത് സൈലൻ്റ് ആയിട്ട് കൊണ്ടുപോകാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നോർത്തുകാർ ഓൾറെഡി അറിഞ്ഞില്ലേ. അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളാണ് മുമ്പ് അവനെ പിരിച്ചുവിട്ടത്. ഇപ്പോഴെങ്കിലും നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശേഷം കുറേ ആൾക്കാർ കാറിൽ നിന്ന് വന്ന് ഇറങ്ങുന്നുണ്ട്. അവർ കിമ്മിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. കിമ്മിൻ്റെ കണ്ണ് മൂടി വെച്ചിട്ടുണ്ട്.
ഞങ്ങൾക്ക് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യാൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സഹകരിക്കുക. അവർ വന്ന് കിമ്മിനെ ഇഞ്ചക്ട് ചെയ്ത് ബോധം കെടുത്തുന്നു. ആ ആൾ കണ്ണു തുറക്കുമ്പോൾ ചുറ്റും ഒന്ന് നോക്കുകയാണ്. കിമ്മിനെ തിരിച്ച് നോർത്തിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ അപ്പോൾ നീ എണീറ്റ്, നല്ല കാര്യം. എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അയാൾ ഒരു തീക്കനൽ എടുക്കുകയാണ്. നിന്റെ പഴയ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറയുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.